കേരളത്തിൽ കോവിഡ്-19 കേസുകൾ വീണ്ടും വർദ്ധിക്കുന്നതായി ആരോഗ്യവകുപ്പ് അറിയിച്ചു. കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി സംസ്ഥാനത്ത് പ്രതിദിന കേസുകളിൽ വർധനവ് രേഖപ്പെടുത്തുന്നത് ആശങ്കയോടെ അധികൃതർ നോക്കിക്കാണുന്നത്. പുതിയ വകഭേദങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ മഴക്കാലം കൂടി എത്തുന്നതോടെ അതീവ ജാഗ്രത പാലിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് ആരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഈ സാഹചര്യം ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനും ആവശ്യമായ പ്രതിരോധ നടപടികൾ സ്വീകരിക്കുന്നതിനും സഹായകമാകും. രാജ്യത്തെയും കേരളത്തെയും സംബന്ധിച്ചിടത്തോളം നിലവിലെ കോവിഡ് കണക്കുകൾ ആശങ്കാജനകമായ ഒരു ചിത്രം വരച്ചു കാട്ടുന്നുണ്ട്. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ ഇന്ത്യയിലുടനീളം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് 324 പുതിയ കേസുകളാണ്. ഇതോടെ ആകെ സജീവ കേസുകളുടെ എണ്ണം 6815 ഉയർന്നു. ഈ കണക്കുകൾ ഒറ്റ നോട്ടത്തിൽ കുറവായി തോന്നാമെങ്കിലും നിലവിലെ സാഹചര്യം ഒരു പുതിയ തരംഗത്തിനുള്ള സാധ്യതകളെക്കുറിച്ചുള്ള സൂചനകൾ നൽകുന്നുണ്ട്. പ്രത്യേകിച്ച് ഡൽഹി, കേരളം, ജാർഖണ്ഡ് എന്നിവിടങ്ങളിൽ ഓരോ കോവിഡ്-19 മരണങ്ങൾ വീതം രേഖപ്പെടുത്തിയത് ഈ രോഗത്തിന്റെ തീവ്രത ഇപ്പോഴും നിലനിൽക്കുന്നു എന്നതിന്റെ ഓർമ്മപ്പെടുത്തലാണ്. അതേസമയം രോഗം ഭേദമായി 783 പേർ ആശുപത്രി വിട്ടു എന്നുള്ളത് ആശ്വാസകരമായ ഒരു വാർത്തയാണ്. ഇന്ത്യയിൽ XBB.1.6 എന്ന പുതിയ കോവിഡ്-19 വകഭേദം 163 കേസുകളിൽ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇത് വൈറസിന്റെ ജനിതകമാറ്റം സംഭവിച്ച പുതിയ രൂപമാണ്. ഈ വകഭേദം എത്രത്തോളം അപകടകാരിയാണെന്ന് പഠനങ്ങൾ തുടരുകയാണ്. ഇന്ത്യൻ SARS-CoV-2 54 ലബോറട്ടറികളുടെ ഒരു ശൃംഖലയായി പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനം വൈറസിന്റെ മാറ്റങ്ങൾ തുടർച്ചയായി നിരീക്ഷിക്കുകയും പുതിയ വകഭേദങ്ങളെക്കുറിച്ച് പൊതുജനാരോഗ്യ അധികാരികൾക്ക് മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്നുണ്ട്. ഇവരുടെ ജാഗ്രതയുള്ള നിരീക്ഷണം രോഗവ്യാപനം തടയുന്നതിൽ നിർണായകമാണ്. കേരളത്തിന്റെ കോവിഡ്-19 സ്ഥിതിവിശേഷം കൂടുതൽ ശ്രദ്ധ അർഹിക്കുന്നുണ്ട്. ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം കേരളത്തിൽ പ്രതിദിനം ശരാശരി 500 മുതൽ 700 പുതിയ കേസുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഇത് ദേശീയ ശരാശരിയേക്കാൾ കൂടുതലാണ്. നിലവിൽ 2000-ത്തിലധികം സജീവ രോഗികളുമായി കേരളമാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കേസുകളുള്ള സംസ്ഥാനങ്ങളിലൊന്ന്. എറണാകുളം, കോഴിക്കോട്, തിരുവനന്തപുരം ജില്ലകളിലാണ് കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ ജില്ലകളിൽ ആരോഗ്യവകുപ്പ് പ്രത്യേക ശ്രദ്ധ നൽകുന്നുണ്ട്. സംസ്ഥാനത്ത് XBB.1.6 എന്ന പുതിയ കോവിഡ്-19 വകഭേദം സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നുള്ളത് ആശങ്ക വർദ്ധിപ്പിക്കുന്നുമുണ്ട്. ഈ വകഭേദത്തിന് കൂടുതൽ വ്യാപനശേഷി ഉണ്ടെന്നാണ് പ്രാഥമിക പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇത് രോഗികളുടെ എണ്ണം ഇനിയും വർദ്ധിക്കാൻ സാധ്യതയുണ്ട് എന്ന മുന്നറിയിപ്പാണ് നൽകുന്നത്. മഴക്കാലം ആരംഭിച്ചതോടെ കേരളത്തിലെ കാലാവസ്ഥയിൽ കാര്യമായ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഈർപ്പമുള്ള കാലാവസ്ഥ കോവിഡ്-19 വൈറസ് വ്യാപനത്തിന് കൂടുതൽ അനുകൂലമായ സാഹചര്യം ഒരുക്കാൻ സാധ്യതയുണ്ടെന്ന് ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. തണുത്തതും ഈർപ്പമുള്ളതുമായ അന്തരീക്ഷത്തിൽ വൈറസുകൾക്ക് കൂടുതൽ നേരം നിലനിൽക്കാൻ സാധിക്കും. മഴ കാരണം ആളുകൾക്ക് പുറത്തിറങ്ങാൻ കഴിയാതെ വീടിനുള്ളിൽ കൂടുതൽ സമയം ചെലവഴിക്കേണ്ടി വരും. ഇത് അടച്ചിട്ട സ്ഥലങ്ങളിൽ ആളുകൾ തമ്മിലുള്ള സമ്പർക്കം വർദ്ധിപ്പിക്കുകയും രോഗം പടരാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യും. കൂടാതെ മഴക്കാലത്ത് ജലജന്യ രോഗങ്ങളായ പനി, ജലദോഷം, ചുമ തുടങ്ങിയവ സാധാരണമാണ്. ഈ രോഗലക്ഷണങ്ങൾ കോവിഡ്-19 ലക്ഷണങ്ങളുമായി സാമ്യമുള്ളതിനാൽ രോഗം തിരിച്ചറിയാൻ കാലതാമസം വരാനും ചികിത്സ വൈകാനും സാധ്യതയുണ്ട്. അതിനാൽ മഴക്കാലത്ത് ഏതെങ്കിലും തരത്തിലുള്ള പനി, ചുമ, തൊണ്ടവേദന തുടങ്ങിയ ലക്ഷണങ്ങൾ കണ്ടാൽ ഉടനടി ആരോഗ്യ വിദഗ്ധരെ സമീപിക്കേണ്ടത് അത്യാവശ്യമാണ്. സ്വയം ചികിത്സ ഒഴിവാക്കുകയും ശരിയായ രോഗനിർണയവും ചികിത്സയും തേടുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ്. കോവിഡ്-19 പ്രധാന രോഗലക്ഷണങ്ങളിൽ പനി, ചുമ, തൊണ്ടവേദന, ശ്വാസതടസ്സം, ശരീരവേദന എന്നിവ ഉൾപ്പെടുന്നുണ്ട്. ചിലരിൽ രുചിയും മണവും നഷ്ടപ്പെടുന്ന അവസ്ഥയും കാണാറുണ്ട്. വയറിളക്കം, ഛർദി, തലവേദന, പേശീവേദന തുടങ്ങിയ ലക്ഷണങ്ങളും അപൂർവമായി ചിലരിൽ കണ്ടുവരാറുണ്ട്. ഈ ലക്ഷണങ്ങൾ ഏതെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ തന്നെ സ്വയം ഐസൊലേറ്റ് ചെയ്യുകയും വൈദ്യസഹായം തേടുകയും ചെയ്യേണ്ടത് പ്രധാനമാണ്. രോഗം ഗുരുതരമാകുന്നതിന് മുൻപ് തന്നെ ചികിത്സ തേടുന്നത് സങ്കീർണതകൾ ഒഴിവാക്കാൻ സഹായിക്കും. പ്രായമായവർ, മറ്റ് രോഗമുള്ളവർ, കുട്ടികൾ എന്നിവർക്ക് രോഗം വന്നാൽ കൂടുതൽ ശ്രദ്ധ നൽകേണ്ടത് അത്യാവശ്യമാണ്. കോവിഡ്-19 പ്രതിരോധിക്കുന്നതിന് ചില അടിസ്ഥാന മാർഗങ്ങൾ ഇപ്പോഴും വളരെ ഫലപ്രദമാണ്. പൊതുസ്ഥലങ്ങളിലും അടഞ്ഞ സ്ഥലങ്ങളിലും മാസ്ക് ധരിക്കുന്നത് രോഗവ്യാപനം തടയാൻ സഹായിക്കും. ശരിയായ രീതിയിൽ മാസ്ക് ധരിക്കുന്നത്, അതായത് മൂക്കും വായും പൂർണ്ണമായും മൂടത്തക്ക വിധം മാസ്ക് ധരിക്കുന്നത് രോഗാണുക്കൾ പകരുന്നത് തടയും. സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈകൾ ഇടയ്ക്കിടെ കഴുകുന്നത് വൈറസ് പകരുന്നത് തടയാനുള്ള പ്രധാന മാർഗമാണ്. കുറഞ്ഞത് 20 സെക്കൻഡ് നേരമെങ്കിലും കൈകൾ വൃത്തിയായി കഴുകാൻ ശ്രദ്ധിക്കുക. സോപ്പും വെള്ളവും ലഭ്യമല്ലെങ്കിൽ സാനിറ്റൈസർ ഉപയോഗിക്കാം. സാധ്യമെങ്കിൽ ആളുകളുമായി സുരക്ഷിതമായ സാമൂഹിക അകലം പാലിക്കുന്നതും രോഗം വരാനുള്ള സാധ്യത കുറയ്ക്കും. കുറഞ്ഞത് 6 അടി അകലം പാലിക്കുന്നത് തുമ്മുമ്പോഴും ചുമയ്ക്കുമ്പോഴും പുറത്തുവരുന്ന കണികകൾ മറ്റുള്ളവരിലേക്ക് എത്തുന്നത് തടയും. വാക്സിനേഷൻ കോവിഡ്-19 പോരാടാനുള്ള ഏറ്റവും ശക്തമായ ആയുധങ്ങളിലൊന്നാണ്. കോവിഡ്-19 വാക്സിൻ എടുക്കാത്തവർ ഉടൻ തന്നെ വാക്സിൻ എടുക്കണമെന്നും ആരോഗ്യവകുപ്പ് നിർദ്ദേശിക്കുന്നുണ്ട്. വാക്സിൻ രോഗതീവ്രത കുറയ്ക്കാനും ആശുപത്രിവാസം ഒഴിവാക്കാനും മരണനിരക്ക് കുറയ്ക്കാനും സഹായിക്കും. ബൂസ്റ്റർ ഡോസുകൾ എടുക്കാൻ അർഹതയുള്ളവർ അത് എടുക്കുകയും വേണം. വാക്സിനേഷൻ വിവരങ്ങൾക്കായി ആരോഗ്യവകുപ്പിന്റെ ഔദ്യോഗിക വെബ്സൈറ്റുകൾ സന്ദർശിക്കുന്നത് ഉചിതമാണ്.
കൂടാതെ വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുന്നതും നല്ല ശുചിത്വം പാലിക്കുന്നതും രോഗങ്ങളെ അകറ്റി നിർത്താൻ സഹായിക്കും. പൊതുവായ ശുചിത്വം വ്യക്തിഗത ആരോഗ്യത്തിന് മാത്രമല്ല സാമൂഹിക ആരോഗ്യത്തിനും അത്യന്താപേക്ഷിതമാണ്. മഴക്കാലത്ത് COVID-19 വ്യാപനം തടയാൻ ചില കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. വീടിനുള്ളിൽ നല്ല വായുസഞ്ചാരം ഉറപ്പാക്കുന്നത് വൈറസ് സാന്ദ്രത കുറയ്ക്കാൻ സഹായിക്കും. ജനലുകളും വാതിലുകളും തുറന്നിടുന്നത് വായുസഞ്ചാരം വർദ്ധിപ്പിക്കും. എയർ കണ്ടീഷണറുകൾ ഉപയോഗിക്കുമ്പോൾ പോലും ശുദ്ധവായു ഉറപ്പാക്കണം. ആൾക്കൂട്ടമുള്ള സ്ഥലങ്ങൾ ഒഴിവാക്കുന്നതും രോഗവ്യാപന സാധ്യത കുറയ്ക്കും. അവശ്യകാര്യങ്ങൾക്കല്ലാതെ പുറത്തിറങ്ങുന്നത് പരമാവധി കുറയ്ക്കുക. പൊതുഗതാഗതം ഒഴിവാക്കി സ്വകാര്യ വാഹനങ്ങൾ ഉപയോഗിക്കാൻ സാധിക്കുമെങ്കിൽ അങ്ങനെ ചെയ്യുക. രോഗലക്ഷണങ്ങൾ ഉള്ളവരുമായി അടുത്തിടപഴകാതിരിക്കാൻ ശ്രദ്ധിക്കുക. രോഗങ്ങളുമായി സമ്പർക്കം പുലർത്തേണ്ടി വന്നാൽ മാസ്കും മറ്റും മുൻകരുതലുകളും സ്വീകരിക്കുക. പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ പോഷകാഹാരം കഴിക്കുന്നത് വളരെ പ്രധാനമാണ്. വിറ്റാമിനുകളും ധാതുക്കളും അടങ്ങിയ സമീകൃത ആഹാരം കഴിക്കുന്നത് ശരീരത്തിന്റെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കും. ധാരാളം വെള്ളം കുടിക്കുന്നതിനും ആവശ്യത്തിന് വിശ്രമം എടുക്കുന്നതും ആരോഗ്യകരമായ ശരീരത്തിന് അത്യന്താപേക്ഷിതമാണ്. ദിവസവും 7 മുതൽ 8 മണിക്കൂർ ഉറങ്ങുന്നത് ശരീരത്തിന് ഉന്മേഷം നൽകും. പതിവായ വ്യായാമം, യോഗ, ധ്യാനം തുടങ്ങിയവ മാനസികാരോഗ്യത്തിനും ശാരീരികാരോഗ്യത്തിനും ഒരുപോലെ പ്രധാനമാണ്. സമ്മർദ്ദം കുറയ്ക്കുന്നതും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കും. COVID-19 കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കും സഹായങ്ങൾക്കും ആരോഗ്യവകുപ്പിന്റെ ഔദ്യോഗിക വെബ്സൈറ്റുകൾ സന്ദർശിക്കുന്നത് ഉചിതമാണ്. തെറ്റിദ്ധാരണകൾ ഒഴിവാക്കാനും ശരിയായ വിവരങ്ങൾ നേടാനും ഇത് സഹായിക്കും. ഈ മഴക്കാലത്തും കോവിഡിന്റെ പുതിയ വകഭേദങ്ങളുടെ ഭീഷണിയിലും ജനങ്ങൾ ഒരുമിച്ച് നിന്ന് ജാഗ്രത പാലിച്ചാൽ ഈ പ്രതിസന്ധിയെയും നമുക്ക് മറികടക്കാൻ സാധിക്കും. ഓരോ വ്യക്തിയുടെയും ശ്രദ്ധയും ഉത്തരവാദിത്വവുമാണ് ഈ മഹാമാരിയെ തടയുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നത്. സർക്കാർ നൽകുന്ന നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കുകയും ആരോഗ്യപരമായ ശീലങ്ങൾ ജീവിതത്തിന്റെ ഭാഗമാക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്.